ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ബൈക്ക് ബ്രാൻഡിനെ പറ്റിയാണ്, KTM പറ്റിയാണ്. അതിനെപ്പറ്റിയായിരിക്കും ഇന്നത്തെ വീഡിയോ ഫുള്ള് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ദിവസമായിട്ട് ന്യൂസിലും കാര്യങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ട് KTM ഒരു മരണ വണ്ടിയാണ്, മരണ ബൈക്കാണ്. അങ്ങനെയൊന്നുമില്ല ഗൈസ്. വണ്ടി അതൊരു വണ്ടിയാണ്, ഒരു പർപ്പസ് ബിൽഡ് ഒരു ബൈക്കാണ്. അതിൻ്റെ ഒറ്റ ഒരു ഉദ്ദേശമുള്ള ആ ബൈക്കിൻ്റെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, കൈ കൊടുക്കുക, പറക്കുക. ആ വണ്ടി 125 ആണെങ്കിലും അങ്ങനെ, 200 അങ്ങനെ, 250 അങ്ങനെ, 390 അങ്ങനെ, പിന്നെ സൂപ്പർ ഡ്യൂക്കും കാര്യങ്ങളും. അത് അതിൻ്റെ ഫുൾ വണ്ടീൻ്റെ ജെനറ്റിക്സ് അങ്ങനെയാണ്. സ്പീഡിൽ പോവുക, ഫാസ്റ്റായിട്ട് പോവുക, ക്വിക്കായിട്ട് ടേണുകൾ എടുക്കുക. ഒരു ഒരു ബൈക്കാണ്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, ആ ബൈക്കിൻ്റെ പവർ അല്ലെ അതിൻ്റെ ഒരു ലൈറ്റ് വെയ്റ്റ്നെസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്ന് ഓരോരുത്തരൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെന്ന് ഇടിക്കുന്നത് കൊണ്ട്, പിന്നെ അത് എങ്ങനെയൊക്കെയോ കറങ്ങി ചുറ്റി ന്യൂസിൽ അതിനെ പറ്റി വരുന്നതുകൊണ്ട് ആ വണ്ടിക്ക് അങ്ങനത്തെ ഒരു ചീത്തപ്പേര് വരുന്നത്. അല്ലാതെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല ഗൈസ്. KTM മാത്രമല്ല, നിങ്ങൾ ഈ കാണുന്ന ബജാജും KTM തന്നെ ബജാജായി KTM ഉണ്ടാക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ട്രയംബും അവിടെ നിന്ന് തന്നെയാണ് വരുന്നത്. ഈ വണ്ടികളും പവർഫുൾ, അത്യാവശ്യം എല്ലാം പവറുള്ള വണ്ടികളാണ്. പക്ഷേ ഇതിനൊക്കെ എന്തോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് മറ്റേ വണ്ടീനെ പോലെ നിമ്പിളല്ല. ആ വണ്ടി ഭയങ്കര നിമ്പിളായിരിക്കും. വണ്ടി നിമ്പിളായതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അതിന് ഒത്തിരി വെയിറ്റ് കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ വണ്ടി ഒത്തിരി ഫാസ്റ്റായിട്ട് പോകുന്നതും. പിന്നെ അതിൻ്റെ കംപ്രഷൻ റേഷ്യോയിലും നല്ല വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ആ വണ്ടി നമ്മൾ കൈ കൊടുക്കുന്നുണ്ട്. 200 ആണെങ്കിൽ പോലും വണ്ടി പറന്ന് നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. അത് പ്രോപ്പർലി കൺട്രോൾ ചെയ്ത് ഓടിക്കുവാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു RC 200 ഒരു 2-3 ഇയേഴ്സ് ബാക്ക്, എൻ്റെ 3 അല്ല ഒരു 4-5 ഇയേഴ്സ് ബാക്ക് ഒരു RC 200 ഉണ്ടായിരുന്നു, ഒരു ഡ്യൂക്ക് 200 ഉണ്ടായിരുന്നു. ഞാൻ 2-3 വർഷം ഓടിച്ചിട്ട് ഞാൻ ഇന്ന് വരെ മറിഞ്ഞിട്ടില്ല, വീണിട്ടില്ല. എനിക്ക് ആ വണ്ടി ഒരു പണിയും തന്നിട്ടില്ല. നല്ല സൂപ്പർ വണ്ടിയായിരുന്നു അത്. എല്ലാം വണ്ടികൾക്ക്, ഇപ്പം KTM ആയിക്കോട്ടെ, CBR ആയിക്കോട്ടെ, ബജാജിൻ്റെ ഇതുപോലത്തെ വണ്ടികളായിക്കോട്ടെ, ട്രയംബിൻ്റെ വണ്ടികളായിക്കോട്ടെ, നിഞ്ചകളായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെപ്പോഴും ഒരു വണ്ടി എടുക്കുമെങ്കിൽ നമ്മുടെ ഉദ്ദേശം എന്താ വണ്ടിയും കൊണ്ട്. നിങ്ങൾക്ക് ചിലപ്പം ചുമ്മാ കോളേജ് വരെ പോകാനാണ്, ഇടയ്ക്കൊന്ന് ഫാസ്റ്റ് പോകാനായിരിക്കും, അതൊന്ന് പതുക്കെ പോകാനായിരിക്കും, അങ്ങനത്തെ ഒരു ആവശ്യം വരും. ചിലപ്പോൾ നമ്മുടെ ടൂറിങ് ആവശ്യങ്ങൾ വരും. പിന്നെ എക്സ്പൾസ് അതുപോലത്തെ വണ്ടികൾ ഓഫ് റോഡ് പോകാൻ വേണ്ടി നമുക്ക് കുറേ സുസുക്കിൻ്റെ V-Storm എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്, ഓഫ് റോഡ്. അങ്ങനെ പല കാറ്റഗറിയിലായിട്ടാണ് വണ്ടികളിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫാസ്റ്റ് പോകണമെന്നില്ല. പക്ഷേ നിങ്ങൾ എല്ലാം വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരോട് ഒരു ഡ്യൂക്ക് വണ്ടി കൈ കൊടുക്കുക. ഫസ്റ്റ് തിങ് അവരുടെ മൈൻഡിൽ വന്ന് സ്റ്റാർട്ട് ചെയ്ത് കൈ കൊടുക്കുമെങ്കിൽ ഒരു സ്മൈലും മുഖത്ത് വരും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി അത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റാണ്, ഫാസ്റ്റാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങും. ചെറിയൊരു വണ്ടി ആയതുകൊണ്ട് ആ വണ്ടീൻ്റെ പർപ്പസ് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവനവൻ്റെ കയ്യിരിപ്പോൾ നമ്മളെ കൊണ്ട് കുഴി ചാടിക്കുന്നത്, നമ്മൾ പോയി കുഴി ചാടുന്നത്. റെസ്പോൺസിബിളായിട്ട് വണ്ടി ഓടിക്കുക, ആവശ്യമില്ലാതെ ഓവർ സ്പീഡ് പോകാതിരിക്കുക, തിരക്കുള്ളടത്ത് പട്ടി ഷോ കാണിക്കാതിരിക്കുക. നിങ്ങൾക്ക് ആ വണ്ടി നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സമ്മാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത എന്തെങ്കിലും പരിപാടിയായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ.